അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും ആരായിരുന്നു? നഗ്നരായിരുന്നു. അവർക്ക് എന്തില്ലായിരുന്നു? നാണം തോന്നിയില്ല താനും. അവരിരുവരും നഗ്നരായിരുന്നു, അവർക്ക് എന്തില്ല? നാണം തോന്നിയില്ല. അപ്പോൾ ആദ്യം മനുഷ്യൻ, പാപത്തിന് മുമ്പുള്ള മനുഷ്യൻ്റെ കാര്യമാണ്. പാപത്തിന് മുമ്പുള്ള മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. അവർ ഇരുവരും ആരായിരുന്നു? ദേ വെർ നേക്കഡ് ബട്ട് ദേ വെർ നോട്ട് അഷെയിംഡ്. അവർ ഇരുവരും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് എന്തില്ലായിരുന്നു? നാണം ഇല്ലായിരുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ ഒരു വസ്ത്രത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പറയുക. ഒരു 5 മീറ്ററിൻ്റെ തുണിയുടെയോ 2.5 മീറ്ററിൻ്റെ ചുരിദാറിൻ്റെയോ കാര്യമല്ല ഇവിടെ പറയുക. ഒരവസ്ഥയാണ്, ഒരു സ്റ്റാറ്റസാണ്, ഒരു സ്റ്റേജാണ്. മനുഷ്യൻ ഇരുവരും ആരായിരുന്നു? നഗ്നരായിരുന്നു. അവർക്ക് എന്തില്ലായിരുന്നു? നാണം തോന്നിയില്ല. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർക്ക് മറയ്ക്കാനൊന്നുമില്ലായിരുന്നു. പരസ്പരം എന്തില്ലായിരുന്നു? ദേ വെർ നേക്കഡ് ബട്ട് ദേ വെർ നോട്ട്. പാപത്തിന് ശേഷമാണ് അവർക്ക് നാണമൊക്കെ തോന്നുക, ഭയം ഉണ്ടാകുക, അവിടെ എന്തൊക്കെയോ മറകൾ ഉണ്ടാകുകയാണ്. മറകളില്ലാതെ ജീവിച്ചു, മറയ്ക്കാനൊന്നുമില്ലായിരുന്നു. എപ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യൻ്റെ മുമ്പാകെയും നമുക്കൊരു കുറ്റമറ്റ മനസ്സാക്ഷി. മറകളില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് നാട്ടിൽ എല്ലാവരെയും രാഷ്ട്രീയക്കാരെ മുഴുവൻ പേടിപ്പിക്കുകയാണ്. പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും തിരിഞ്ഞു വരുന്നതൊക്കെ ഒരാളെ പറഞ്ഞ് പേടിപ്പിച്ചാന്നുള്ളത് പരസ്യ രഹസ്യ. ED വരുമെന്നാണ് പേടിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ED വരുമെന്ന് പറയുമ്പോഴാണ് പേടിക്കുക. 5 പൈസ കയ്യിലില്ലാത്തവന് EDയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. വല്ലതൊക്കെ മറയ്ക്കാനുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? പേടിച്ചാൽ മതി. മറയ്ക്കാൻ ഇല്ലാത്തവൻ ആരെ പേടിക്കാനാണ്? അപ്പോൾ എപ്പോഴും ഓർത്തോണം, എന്തില്ല ജീവിക്കണം? മറയില്ല ജീവിക്കണം. എന്തില്ല ജീവിക്കണം? മറകളില്ലാതെ ജീവിക്കണം. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ നമുക്ക് ഒരു മനസാക്ഷി, ഒന്നും മറയ്ക്കാനില്ല. ആരെ പേടിക്കാനാ? മറയ്ക്കാനില്ലാതെ ജീവിക്കണം. ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമായിരുന്നു. ആ ഭർത്താവും ഭാര്യയും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര സ്നേഹം, കണ്ട കുശുമ്പ് പോകുന്ന സ്നേഹമായിരുന്നു അവർ തമ്മിൽ. ഒരു ദിവസം എന്തോ ഒരു റിപ്പോർട്ട്, ഈ ഭാര്യയ്ക്കൊരു അസുഖമായി. ഭാര്യ അങ്ങ് മരണാസന്നിയായി. നാൾക്ക് നാൾ അവൾ ക്ഷീണിച്ച് വന്നു. അവൾ മരണത്തോടടുക്കുക. ഈ ഭർത്താവ് അടുത്ത് വരുന്ന ശുശ്രൂഷിക്കുക. അവരെ കാണാൻ വരുന്നവർക്കൊക്കെ ഭയങ്കര കുശുമ്പായി. കണ്ടുപിടിക്കും ഇങ്ങനെ വേണം ആണുങ്ങളായ. കണ്ടോ, അല്ലെന്ന് ശുശ്രൂഷിക്കുന്ന കണ്ടോ. മരിക്കാറായെന്ന് തോന്നിയപ്പോൾ ഈ സഹോദരി, സാധാരണ സ്ത്രീകൾ പറയാത്ത ഒരു കാര്യം ഈ ഭർത്താവിനോട് പറഞ്ഞു. എന്താണെന്നറിയാമോ? ചേട്ടാ ഞാൻ ചത്താൽ ചേട്ടൻ വേറെ കല്യാണം കഴിക്കണം. സാധാരണ സ്ത്രീകൾ പറയുന്നത് എന്താ? സത്യം ചെയ്യും. എന്ത് ചെയ്യത്തില്ലെന്ന്? കെട്ടത്തില്ലെന്ന്. സത്യം ചെയ്യണം, കെട്ടത്തില്ല. പക്ഷെ ഇവള് പറഞ്ഞു വേറെ കെട്ടണം കേട്ടോ. സാധാരണ സ്ത്രീകൾ അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ പെങ്ങൾ മരിച്ചുപോയി പ്രിയരെ, മക്കളും മരിച്ചുപോയി. പെങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. ഞാനൊരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു പിക്കപ്പ് വന്ന് മുറ്റത്ത് ഇരിക്കുന്നു, കട്ടിലും മെത്തയും. ആ ഡ്രൈവർ പറഞ്ഞു, പ്രിയ ചേച്ചി തന്നു വിട്ട. ഞാൻ അവളെ വിളിച്ചു, എന്താ പാടി ഇത്? എടാ ഞാൻ ചത്തുപോടാ, ഉറപ്പാടാ ഞാൻ ചത്തുപോകും, എനിക്കിനി ആയുസില്ല. ഞാൻ ചത്തുപോയാൽ അളിയൻ വേറെ കെട്ടും, പക്ഷേ ഈ കട്ടിലേ കിടക്കരുത്. ഈ കട്ടിലേ കിടക്കാൻ പാടില്ല. അതിനാണ് നീ അകത്തെ കിടന്നു. ഈ കട്ടിലേ കിടക്കരുത് വേറെ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും എന്നാൽ ഇവള് പറഞ്ഞു ചേട്ടൻ വേറെ കെട്ടണമെന്ന് പറഞ്ഞു. കെട്ടുന്നത് മാത്രമല്ല, അവൾ പറഞ്ഞു കെട്ടി വരുന്ന ആ പെണ്ണിൻ്റെ മൂക്കരി ഈ മൂക്കുത്തി ഊരിയിടണം. മൂക്കുത്തിയൊക്കെ ഉള്ളവരാ അവിടെ കാതൽ ഈ കാതിപ്പ് ഊരിയിടണം. അങ്ങനെ പറയാതെ മോളെ, എൻ്റെ പൊന്നും ചേട്ടൻ കേക്ക്, അവിടെ കഴുത്തേൽ ഈ മാല ഊരി അവിടെ കഴുത്തായിരുന്നു. എൻ്റെ പൊന്ന് അങ്ങനെ പറയാതെ എനിക്ക് സഹിക്കാൻ വയ്യ. ചെയ്യണം. ഏറ്റവും അവൾ പറഞ്ഞു ഈ വള ഊരി അവിടെ കയ്യെ ഇടണം. പെട്ടെന്ന് അയാൾ പറയുക ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്. ഈ വള അവിടെ കയ്യേൽ എന്ത് ചെയ്യത്തില്ല? കയറത്തില്ല. കള്ളൻ. മെല്ലിച്ച കയ്യെ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴും തടിച്ച ഒരു കൈയുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തോണേ, മറയുള്ളതെല്ലാം തെളിഞ്ഞു വരും. ഇന്ന് ആരെ മറച്ചാലും ഉണ്ടല്ലോ, ഇതെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമുണ്ട്. എന്ന അന്ത്യവിധിയുടെ അന്ന് സകലതും നഗ്നവും മലർന്നുമായി ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടച്ചമ്മലുണ്ടാകുന്ന അന്ന. അച്ചായൻ്റെ സകല കള്ളത്തരം താണ്ട് ഇങ്ങനെ വരും. അമ്മച്ചി നോക്കും, ഇയാളുടെ കൂടെ ആയിരുന്നു ഞാൻ ഇത്രയും നാളും ജീവിച്ച്. പിള്ളേർ കാണും. അപ്പോൾ ആ ചമ്മലുണ്ടാകാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്യണം, മറകളില്ലാതെ ജീവിക്കണം. അവർ മറയില്ലാതെ ജീവിച്ചു. അങ്ങനെ 3-ാം അധ്യായം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കായിൻ്റെയും ഹാബേലിൻ്റെയും സംഭവം കാണുക. ഞാൻ പെട്ടെന്ന് പോവുകയാണ്, എനിക്ക് പറയാനുള്ള ഒരു സന്ദേശത്തെ പറഞ്ഞ് അവസാനിപ്പിക്കണം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നു, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹൻ. അടുത്തൊരു പാരമ്പര്യം കാണുകയാണ്, ശേത്ത്, ആദാമിൻ്റെ വംശപാരമ്പര്യം.
അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിൻ്റെ വംശപാരമ്പര്യമാണ് 5-ാം അധ്യായത്തിൽ കാണുക. കയീനും ഹാബേലിനും ശേഷം ഉണ്ടായ കുഞ്ഞ് ശേത്ത്, അതിൻ്റെ ജീനിയോളജിയാണ് ഇവിടെ കാണുക. 3-ാം വാക്യം 5 ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം മകനെ ജനിപ്പിച്ചു. അവൻ എന്തെന്ന് പേരിട്ടു? ശേത്ത് എന്ന് പേരിട്ടു. അതിൻ്റെ ആദം മുതൽ 7-ാമനായ ഹാനോക്ക്, യൂദ അത് പറയുന്നുണ്ട്, ആദം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ചു. സോ ഹി വാസ് എ പ്രോഫറ്റ്, ഈനോക്ക് വാസ് എ പ്രോഫറ്റ്. അവനൊരു പ്രോഫറ്റ് ആയിരുന്നു. എന്താ പ്രോഫസി? 21-ാമത്തെ വാക്യം 5:21. ആനോക്കിന് 65 വയസ്സായപ്പോൾ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹിനെ ജനിപ്പിച്ചു. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ആരെ ജനിപ്പിച്ചു? മെഥൂശലഹ്. ആരെ ജനിപ്പിച്ചു? മെഥൂശലഹ്. ഈ മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ആനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടാടും. 65 വയസ്സ് വരെ ഈ വാസ് ലീഡിങ് എ വെരി കാഷ്വൽ ആൻഡ് നോർമൽ ലൈഫ്. പക്ഷേ അവന് മാറ്റം ഉണ്ടായത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ സാധാരണ എല്ലാവർക്കും ഇച്ചിരിയെങ്കിലും മാറ്റം വരണം. എന്നാൽ മെഥൂശലഹിന് ആനോക്കിന് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണ്? ആ പേരാണ്. പേര് വളരെ ഒരു വെളിപ്പാടിലാണ് പേരിട്ടത്, ഒരു മുന്നറിവിലാണ് പേരിട്ടത്. പേര് ചുമ്മാ യൂട്യൂബിൽ നോക്കി പേരിടരുത് കേട്ടോ. പേരിടുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ വിടണം. മൂത്തത് അവർക്കൊരു കുഞ്ഞുണ്ടായി, ആ ദമ്പതികൾക്ക്. അവരതിന് പേരിട്ടു, അനീഷ് എന്ന് പേരിട്ടു. രണ്ടാമതൊരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരാണെ കിട്ടി, അവരതിന് സുനീഷ് എന്ന് പേരിട്ടു. വീണ്ടും അവരൊരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ ഒരാണെ കിട്ടി, അവരതിന് പേരിട്ടു ഫിനിഷ് എന്ന് പേരിട്ടു. അനീഷും സുനീഷും ഫിനിഷും അങ്ങനെയാണോ പേരിടേണ്ടത്? അല്ല, പേരിടേണ്ടത് പ്രാർത്ഥിച്ചിടണം. ഇവരിട്ട പേരെന്താണ്? മെഥൂശലഹ എന്നാണ്. മെഥൂശലഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെൻ ഹീ ഡൈസ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വെൻ ഹീ ഡൈസ് സംതിങ് വിൽ ഹാപ്പൻ. എന്തോ ഒന്ന് സംഭവിക്കും. ആ ഒരു മുന്നറിവുണ്ടായി. ആർക്ക്? ഹാനോക്കിനൊരു മുന്നറിവുണ്ടായി. മുന്നറിവിൽ പേരിട്ടു. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു വലിയ മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടോ, മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അപ്പം മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു? ലാമക്കിനെ ജനിപ്പിച്ചു, അല്ലേ? പിന്നെ 27-ാം വാക്യം, മെഥൂശലഹിൻ്റെ ആയുഷ്കാലം ആകെ എത്ര ആയിരുന്നു? 969. 969. എല്ലാവരും ഒന്ന് പറഞ്ഞേ, 969. 969 കുറിക്കുന്നവരൊന്ന് കുറിച്ച്. 969. അപ്പം മെഥൂശലഹിൻ്റെ മൊത്തം ആയുസ് എത്ര ആയിരുന്നു? 969. സമ്മതിച്ചല്ലോ. ഇനി മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ ലാമക്കിനെ ജനിപ്പിച്ചു. 969 എന്ന് 187 കുറച്ചാൽ എത്ര കിട്ടും? അയ്യോ, കണക്കറിയത്തില്ല. അല്ല, നോക്ക, പെട്ടെന്ന് നോക്ക. പറഞ്ഞോ, ശരിയാ. 782 കിട്ടും. ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. 782 എന്ന് 182 കുറച്ച് എത്ര കിട്ടി? 600 കിട്ടിയോ? 600 കിട്ടിയല്ലോ. 600. ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. അവന് നോഹ എന്ന് എന്ത് ചെയ്തു? പേരിട്ടു. ഈ നോഹയ്ക്ക് 600 വയസ്സായപ്പോഴാണ് എന്തുണ്ടായത്? പ്രളയം ഉണ്ടായത്. തെളിവ്, നോഹയ്ക്ക് 600 വയസ്സുണ്ടായപ്പോൾ പ്രളയം. 7:6 ഭൂമി ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? 600 വയസ്സായിരുന്നു. 600 + 182 = 187 = 969. അപ്പം ഈ ഭൂമി ജലപ്രളയം ഉണ്ടായ വർഷത്തിലാണ് ആര് മരിച്ചത്? മെഥൂശലഹ് മരിച്ചത്. കണക്ക് നോക്കി, മെഥൂശലഹ്. പക്ഷേ ഈ ഒരു മുന്നറിവ് ആർക്കുണ്ടായിരുന്നു? ഹാനോക്കിനുണ്ടായിരുന്നു. മെഥൂശലഹ്. അപ്പോൾ ഹാനോക്ക് ആ മുന്നറിവ് വെച്ച് പ്രാർത്ഥിച്ചു. മുന്നറിവ് വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടൊരു ഗുണമുണ്ടായി. ഹാനോക്ക് മരിച്ചിട്ടും പ്രാർത്ഥന മരിച്ചില്ല. ഹാനോക്കിൻ്റെ കൊച്ചുമക്കളെ ദൈവം ആ പ്രളയത്തിൽ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. ഹാനോക്കിൻ്റെ മകൻ ലാമക്ക്, മെഥൂശലഹിൻ്റെ മകൻ ലാമക്കിൻ്റെ മകൻ നോഹ. നോഹയുടെ 3 മക്കൾ ആരാ? ഷേം, ഹാം, യാഫേത്ത്. അവരെ ആര് സൂക്ഷിച്ചു?
ദൈവം സൂക്ഷിച്ചു. ഇത് സൂക്ഷിക്കാൻ കാര്യം ഹാനോക്കിന് എന്തുണ്ടായത് കൊണ്ടാണ്? മുന്നറിവുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഹാനോക്കിന് എന്തുണ്ടായി? മുന്നറിവുണ്ട്. ഞാൻ ദൈവസഭയോട് പറയുകയാണ്, നമ്മളെല്ലാവരും ഈ നാളുകളിൽ മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുന്നറിവുകൾ കിട്ടിയ ഫോർ നോളജ്, ദൈവം ചില കാര്യങ്ങളെ നമ്മളെ അറിയിക്കും. കാരണം തൻ്റെ ദാസനെ അറിയിക്കാതെ ദൈവം എന്ത് ചെയ്യത്തില്ല? ഒന്നും ചെയ്യത്തില്ല. മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മുന്നറിവ് വലിയൊരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കാണരുത്. മുന്നറിവ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പെന്തക്കോസ്ത് സഭകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. പല കാര്യങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ സഭയെ അറിയാം. അപ്പോൾ ഒരു ഉപവാസം വെക്കും, ഒരു പ്രാർത്ഥന വെക്കും. നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നിരന്തരമായിട്ടൊക്കെ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും കാണരുത്. അതിനൊരു മുന്നറിവായിട്ട് കാണും. മുന്നറിവിൽ പ്രാർത്ഥിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. BBSൻ്റെ റാലി നടക്കുമ്പോൾ ഭയങ്കര റാലിയാണ്. ഞങ്ങളുടെ അന്ന് നടന്ന BBSലൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ BBS. 2000 പിള്ളേരെ വെച്ചുകൊണ്ടാണ് റാലി. അന്ന് എന്ത് നിതിൻ, അവനൊക്കെ ഇതിൻ്റെ അകത്ത് താരങ്ങളായിരുന്നു. ഞങ്ങളുടെ പിള്ളേരൊക്കെ ആണോ 2000 ഓർമ്മയില്ലേ? 2000 പല സ്ഥലത്തുനിന്ന് വരിക. എൻ്റെ പൊന്നെ, നമുക്കങ്ങ് ആവേശമാണ്. നമുക്ക് ഈ പിള്ളേരെല്ലാം കൂടെ കാണുമ്പോൾ ആവേശമാണ്. 1000 റോസാപ്പൂക്കൾ ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, അമോദത്താൽ ഞങ്ങൾ വിളിക്കും, ജയ് ജയ് യേശുരാജൻ, ജയ് ജയ് യേശുരാജൻ, കാൽവറി കുന്നി കൊളുത്തിയ ദീപം നൂറ്റാണ്ട്. അത് നമ്മളിങ്ങനെ അലച്ച് വിളിച്ച പദ്ധത്തിന് നമ്മൾ ജീപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ അങ്ങോട്ട് നിന്ന് അങ്ങ് അനൗൺസ് ചെയ്യില്ല, ഇതാ ഇതാ ഇതാ. ആയിരക്കണക്കിന് ബാലന്മാർ തൂവള്ളി നക്ഷത്രങ്ങളെപ്പോലെ തൂവള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് മാനത്ത് മിന്നി മറക്കുന്ന പരൽ നക്ഷത്രങ്ങളെപ്പോലെ ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് അമലോത്ഭവന 1000 കീജൈ വിളിച്ചുകൊണ്ട് ഇതാ ഇതാ ഈ ഗ്രാമവീതിയെ രാജവീതികളാക്കിക്കൊണ്ട് മന്നം അട്ടിവെച്ച് ഇതുവഴി കടന്നു വന്നുകൊണ്ട്, അതൊക്കെ വലിയ സന്തോഷമാണ്, ഒരു രസമല്ലേ? പക്ഷെ തലേദിവസം രാത്രി ഈ വരുന്ന സ്ഥലത്തൂടെ പോയി 7 പ്രാവശ്യം ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടെ പ്രാർത്ഥിച്ചു. പാസ്റ്റർ ജെയിംസ്, അവിടെ ഒരു ഇറക്കവും വളവുമാണ്. അപ്പോൾ ഈ റാലിയുടെ ഏറ്റവും പുറകിൽ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടിയിൽ, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു 10 പിള്ളേർ നല്ല ഗൗണൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അതിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെന്താണെന്നറിയാമോ? അവർ ഓരോ സ്ഥലത്ത് മുക്കി നിൽക്കുമ്പോൾ റോഡ് ഷോ നടത്തും. അവരന്ന് പഠിച്ച ഈ ആക്ഷൻ സോങ്ങൊക്കെ കളിക്കും. അതിന് വേണ്ടി പിള്ളേർ വരിക. തലേദിവസം അവിടെ പോയിരുന്ന് കരഞ്ഞു. അപ്പോൾ ആ വരുന്ന വളവ് ഞങ്ങളുടെ ഒരു കുടുംബം, അവർക്കൊരു ഇതുണ്ടായിട്ട് അവർ ആ തലേദിവസം മുഴുവൻ ഉപവാസമായിരുന്നു. ദൈവം ചെയ്ത അല്പം ആ കുത്തിറക്കമാണ്. പിള്ളേർ നടന്നു വരികയും പുറകിലെ അനൗൺസ്മെൻറ്റിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി. പക്ഷേ അത്ഭുതം, ഈ വണ്ടി തിരിഞ്ഞ് നേരെ റോഡിൽ കയറ്റത്ത് നിന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ തലേദിവസം 7 പ്രാവശ്യം ഓരോ വളവിനും പോയിട്ട് ദൈവാത്മാവ് പറഞ്ഞു ദൂതനെ നിർത്താൻ. ഞങ്ങൾ ദൂതനെ നിർത്തി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, നമ്മളെ ഒന്നും അറിയിക്കാതെ തന്നെ 1000 കാര്യങ്ങൾ തമ്പുരാൻ മാറ്റുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും. എങ്കിലും ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ദൈവം മുന്നറിവുകൾ കൊടുക്കും. അതാണ് സഭ എന്നൊക്കെ പറയുന്നത്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു മുന്നറിവ് കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. കരമുയർത്തി പ്രാർത്ഥിച്ച ദൈവമേ, ഞങ്ങൾക്ക് എന്ത് വേണം? മുന്നറിവ് വേണം. ഈ ഹാനോക്കിന് മുന്നറിവ് കിട്ടി. ആരെക്കുറിച്ച്? മെഥൂശലഹിനെ കുറിച്ച്. ആ മുന്നറിവ് കിട്ടിയത് കൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് 300 സംവത്സരം ആരുടെ കൂടെ നടന്നത്? ദൈവത്തോട് കൂടെ. അവനും ഭയങ്കര മാറ്റം ഉണ്ടായി. അതാണ് അവിടെ എഴുതിയിരിക്കുക, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ആ 300 സംവത്സരം. പക്ഷേ അപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു, ഹാനോക്കിന് മെഥൂശലഹിനൊന്നും പറ്റില്ലേ, എന്താ കർത്താവേ സംഭവിക്കുന്നത്? ഉരുകി പ്രാർത്ഥിക്കുകയായിരിക്കണം. ഉരുകി പ്രാർത്ഥിച്ചപ്പോൾ ഹാനോക്കിന് മാറ്റം ഉണ്ടായി. 300 വർഷം നടന്നപ്പം കർത്താവ് പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് വേൾഡ്, ഞാൻ പോരാൻ പറഞ്ഞു. പ്രാർത്ഥന അവൻ്റെ ജഡീകതയെല്ലാം മാറ്റി. നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പം മക്കൾക്ക് മാത്രമൊന്നും അല്ല വ്യത്യാസം ഉണ്ടാകുന്നത്, നമ്മുടെ ജഡീകതകൾ ഒത്തിരി അങ്ങ് മാറും. ദൈവം നമ്മളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. ദൈവം മെഥൂശലഹിനെ, ഹാനോക്കിനെ ദൈവസന്നിധിക്ക് എടുക്കുകയാണ്. അങ്ങനെ നോഹ ജനിക്കുന്നു, പ്രളയം ഉണ്ടാകുന്നു. ഈ പ്രളയത്തിന് തൊട്ട് മുമ്പ്, പ്രളയം ഉണ്ടാകാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? ഭൂമിയിൽ ദുഷ്ടത പെരുകി ബോധിച്ച ഏവരെയും എന്തായിട്ടെടുത്തു? ഭാര്യമാരായിട്ടെടുത്തു. അങ്ങനെയല്ലേ? അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്തു. ഒരു ലൈംഗിക അരാജകത്വം അവിടെ ഉണ്ടായത്. ഒരു ലൈംഗിക സെക്ഷൽ അനാർക്കി ഉണ്ടായി, ലൈംഗിക അരാജകത്വം ഉണ്ടായി. ഈ അരാജകത്വം ഉണ്ടായിട്ടതെല്ലാം അതിൻ്റെ ഒരു ശിക്ഷ ഉണ്ടാകുകയാണ്. അപ്പം ഈ ഒരു പാപം ബോധിച്ച ഏവരെയും എന്തായിട്ടെടുത്തു? ഭാര്യയായിട്ടല്ല, പിന്നെ ഭാര്യമാരായിട്ട്. കണ്ണിന് ഇമ്പം തോന്നുന്നതെല്ലാം എടുക്കുന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വരികയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ 6-ാം അധ്യായത്തിൽ കാണുന്ന നോഹ
ഭാര്യമാരെ എടുത്തു എന്നാണ് കാണുന്നത്. ബോധിച്ച ഏവരെയും എന്തായിട്ട് എടുത്തു? കണ്ടിട്ട് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏകപത്നി വ്രതനായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. ആരാ? നോഹ. നോഹയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഒരു ഭാര്യ. പെട്ടകത്തിൽ കടന്ന എത്ര പേരാ? 8 പേരാണ്. നോഹയുടെ പിള്ളേർക്കും എത്ര ഭാര്യമാരെ ഉള്ളായിരുന്നു? ഓരോ ഭാര്യ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ എല്ലാവരും ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തപ്പം നോഹയ്ക്ക് ആരെ ബോധിച്ചു? നോഹയ്ക്കൊരു ഭാര്യ എന്ത് ചെയ്തു? ബോധിച്ചു. ബോധിച്ച നോഹയും കൊണ്ട് ദൈവം പെട്ടകം പണിതു. അപ്പം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ? ദൈവം ഒരാളെ ഉപയോഗിക്കണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ? ഏക ഭാര്യ വേണം. 2, ഈ ഭാര്യ അങ്ങ് ബോധിക്കണം. ഈ ഭാര്യയെ ബോധിച്ചത് ഭാര്യയെല്ലാം ശരിയായതുകൊണ്ടല്ല, നമ്മളും ശരിയായതുകൊണ്ടല്ല. ലവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളൊരു ഡിസിഷൻ അങ്ങ് എടുക്കുകയാണ്. എൻ്റെ ഭാര്യയെ എന്ത് ചെയ്യുക? അങ്ങ് സ്നേഹിക്കുക, ബോധിക്കുക. ബോധിച്ചു. പലർക്കും ഭാര്യയെ ബോധ്യമില്ല, ഇഷ്ടമില്ല. ഭർത്താവിനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയെ ബോധിക്കണം. അച്ഛൻ വീട്ടിൽ ചെന്നെന്ന് കേട്ട കഥയാ. അച്ഛൻ വീട്ടിൽ ചെന്നപ്പം ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവറ്റേം കൊണ്ടൊക്കെ മടുത്ത്, അയ്യോ തല്ലിക്കൊല്ലണം, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല, അയ്യോ. അച്ഛൻ ചോദിച്ചു, എന്താ വിഷയം? എൻ്റെ പൊന്നച്ച മടുത്തച്ച ഇവളെയും കൊണ്ട്. എന്താ? രാവിലെ ഞാൻ 2 മുട്ട എടുത്ത് അവിടെ കൊടുത്തു, ഒന്ന് ബുൾസി അടിക്കാനും ഒന്ന് പുഴുങ്ങാനും. പുഴുങ്ങാൻ കൊടുത്ത് അവിടെ ബുൾസി അടിച്ചു. ബുൾസി അടിക്കാൻ കൊടുത്ത് എന്ത് ചെയ്തു? പുഴുങ്ങി. അതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. പുഴുങ്ങാൻ കൊടുത്താൽ അത് പുഴുങ്ങണം, ബുൾസി അടിക്കാൻ കൊടുത്താൽ എന്ത് ചെയ്യണം? ബുൾസി അടിക്കണം. അപ്പോൾ അത് തെറ്റിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ബോധിക്കുക അതൊരു ഓപ്ഷനാണ്, നമ്മുടെ ഒരു തീരുമാനമാണ്. ലവ് ഈസ് എ ചോയ്സ് എന്നാണ് പറയുക. സ്നേഹം ഒരു ചോയ്സാണ്. നോഹ തീരുമാനിച്ചു. ആ നോഹയും കൊണ്ട് ദൈവം എന്ത് പണിതു? പെട്ടകം പണിയാണ്. ഈ പെട്ടകം പണിതപ്പം ദൈവം നോഹയോട് കുറേ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നു. ഒന്ന് പറയുകയാണ്, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 14. നീ ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം. ഇനി പെട്ടകത്തിന് എന്തുണ്ടാക്കണം? അറകളുണ്ടാക്കണം. അങ്ങനെയല്ലേ? മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. നീ പെട്ടകം പണിയണം. യു ഹാവ് ടു മേക്ക് ആർക്ക്, ബട്ട് യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. നീ പെട്ടകത്തിന് എന്ത് പണിയണം? അറകളുണ്ടാകണം, മുറികളുണ്ടാകണം. അങ്ങനെയാണ്, മുറികളുണ്ടാകണം. അപ്പോൾ ഒന്നാമത് വേണ്ടത് പെട്ടകം പണിയണം. പെട്ടകത്തിന് മുന്നറിവ് വേണം. മറക്കരുത്, എന്ത് വേണം? മുന്നറിവ് വേണം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, പരസ്പരം എന്ത് പാടില്ല? മറകളില്ലാതെ ജീവിക്കണം, മറയ്ക്കാനൊന്നുമില്ലാതെ ജീവിക്കണം. 2, എന്ത് വേണം? മുന്നറിവ് വേണം. മൂന്നാമത്തെ ഒരു കാര്യം പറയുകയാണ്, അവർ പെട്ടകം പണിതു. പെട്ടകത്തിന് എന്തുണ്ടായിരുന്നു? അറകൾ, മുറികളുണ്ടായിരുന്നു. എന്താണ് മുറികൾ? സ്വകാര്യതകളാണ്, പ്രൈവസികളാണ്. നമുക്ക് പ്രൈവസി വേണം, അതായത് സ്വകാര്യതകളാണ് അവിടെ കാണുക. ഭാര്യയ്ക്കും ഭർത്താവിനും പ്രൈവസി വേണം. നമുക്ക് വീടിന് മുറികളുണ്ട്, ബെഡ്റൂമുണ്ട്. ഓരോ മുറിക്കും ഓരോ പർപ്പസാണ്. മുറികൾ എന്തിനെ കാണിക്കുക? അതിൻ്റെ സ്വകാര്യതകളുടെയും കമ്മ്യൂണിക്കേഷനൊക്കെ കാണിക്കുകയാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും മുറികളല്ല ഉള്ളത്, മുറികൾക്ക് പകരം മതിലുകളാണ് ഉള്ളത്. അതല്ലേ പലപ്പോഴും സംഭവിക്കുക. നാട്ടിൽ പോലും 2 സ്റ്റോറി ബിൽഡിങ്ങാണ്. 2 സ്റ്റോറി ബിൽഡിങ് പലപ്പോഴും ഇതൊരു ആഗോള പ്രശ്നമാണ് നാട്ടിൽ. പ്രത്യേകിച്ച് ഞാൻ നാടിൻ്റെ കോണ്ടസ്റ്റിൽ കൂടെ പറയുക, അവിടെ ഞാൻ കാണുന്നൊരു പ്രശ്നമുണ്ട്. പ്രായമുള്ളവർ താഴത്തെ ഫ്ലോറിലായിരിക്കും, പിള്ളേരെവിടെ ആയിരിക്കും? മേളിലായിരിക്കും. എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോവുക അറിയില്ല. എന്നെ ഒരു വീട്ടിൽ വിളിപ്പിച്ചു മോന് വേണ്ടി പ്രാർത്ഥിക്കാനാ. അവിടെ ചെന്നിരുന്നപ്പം മോളിലെ മോന് അമ്മ ടെസ്റ്റ് അയച്ചു, മോനെ സൺ കുട്ടി പ്ലീസ് കം ഡൗൺ, അങ്കിൾ ഈസ് വെയിറ്റിംഗ്. ഇവൻ തിരിച്ച് ടെസ്റ്റ് അയച്ചു, സോറി ഐ ആം നോട്ട് ഇൻ എ മൂഡ് ടു കം, സോറി അമ്മ. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയി വിളിക്കാം, എന്തോ പേടിക്കാനാ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പോയി കഴിയുമ്പോൾ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാവും, അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, വിളിക്കണ്ട. അവിടെ മുറിയാണോ മതിലാണോ? അവിടെ വീടിനകത്ത് മുറികളാണോ ഉള്ളത്, മതിലുകളാണോ ഉള്ളത്? മതിലുകളാണ്. നമുക്ക് എന്ത് വേണ്ട? മതിൽ വേണ്ട. എന്നോട് ആത്മാർത്ഥമായിട്ടൊരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ പൊന്നു പാസ്റ്റേ, കെട്ടിയ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു, കഷ്ടിച്ചൊരു 2.5 അടി കട്ടിലല്ല കിടന്നുകൊണ്ടിരുന്നത്, സന്തോഷമായിരുന്നു. ഒന്നും ഇല്ലെങ്കിൽ അവൾ താഴെ പോകുമെന്ന് പേടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാമായിരുന്നു. കാരണം തിരിഞ്ഞു മറിയുമ്പോൾ എവിടെ പോകും? താഴെ പോകും. ഇപ്പം എന്തോ ചെയ്യാനാ? 6-6.25 കിങ് സൈസാ. അവൾ അങ്ങേ അറ്റത്ത്, ഞാൻ ഇങ്ങേ അറ്റത്ത്, നടുക്ക് തലവണ. മതില. മുറിയാണോ മതിലാണോ? മതില. എൻ്റെ പൊന്നെ, പലയിടത്തും മതില. ഞാനൊരു വീട്ടിൽ കയറി ചെന്നു, ബെല്ലടിച്ചു, ഇറങ്ങി വന്നു. അവർക്ക് സമയം കിട്ടിയില്ല. ഇറങ്ങി വന്നപ്പോൾ ഈ അമ്മാമ്മ ഇങ്ങനെ ചുന്നി കൊണ്ട്, ഷാള് കൊണ്ട് ഇങ്ങനെ ചുറ്റി 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 വെച്ചേക്കുക. വായും കാണാം, മൂക്കും കാണാം, കണ്ണും കാണാം.
ഞാൻ പേടിച്ചു പോയി ഇവരെ കണ്ടിട്ട്. ഒരു വല്ലാത്ത രൂപം ഇങ്ങനെ ചുറ്റി 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 സ്പേസിൽ പോകുന്ന പോലെ. അയ്യോ, ഞാൻ ചോദിച്ചു ഇതന്നെ. അച്ചായൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ഉമ്മ കൊടുക്കുമ്പം കിട്ടാതിരിക്കാൻ അവളെ കെട്ടി വെച്ചേക്കുക. അവൾക്ക് എൻ്റെ ഉമ്മ വേണ്ട, അവർ മുറിക്കാത്ത. പക്ഷെ അവിടെ മുറിയാണോ മതിലാണോ? മതില. എപ്പോഴും പ്രാർത്ഥിക്കണം, മുറി വേണം, എന്ത് വേണ്ട, മതിൽ വേണ്ട. ഇന്ന് പലയിടത്തും മതിലുകളാണ്. ചർച്ചിനകത്ത് പോലും മതിലുകളാണ്. ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത മതിലുകൾ പലയിടത്തും ഉയരുമ്പോൾ ശ്വാസം മുട്ടും. മതിലുകൾക്കകത്ത് മനുഷ്യൻ ശ്വാസം മുട്ടും, മതിലുകൾക്കകത്ത്. പക്ഷെ മുറികൾക്കകത്തോ സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കപ്പെടും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ മതിലുകളില്ലാതെ ജീവിക്കണം. അകത്ത്, പുറത്തല്ല. പുറത്ത് മതിൽ വേണം, പക്ഷെ അകത്ത് എന്ത് വേണ്ട? നടിച്ചുവരുകൾ എന്നൊരു വാക്ക് വേദപുസ്തകത്തിലുണ്ട്, ഇന്നർ വോൾസ്. നടിച്ചുവരുകൾ ഇടിച്ചു കളയണം. കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ശ്വാസം മുട്ടാതെ ജീവിക്കണം. ശ്വാസം മുട്ടാതെ ജീവിക്കണം, സംസാരിച്ചും സ്വാതന്ത്ര്യത്തോടെ. അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ വിങ്ങലല്ലേ ഉണ്ടാകുക, അവിടെ ശ്വാസം മുട്ടലല്ലേ ഉണ്ടാകുക. ജീവിക്കണം പ്രിയരെ. കർത്താവിനോട് പറയണം, ഞങ്ങളുടെ വീടിനകത്ത്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് എന്ത് പാടില്ല? നടിച്ചുവരുകളില്ലാതെ ജീവിക്കണം. ഹല്ലേലൂയ. നടിച്ചുവരുകളില്ലാതെ മുറി വേണമെന്ന് പറഞ്ഞു. മുറി വെച്ചു. അടുത്ത് അവരോട് പറയുകയാണ്, നീ പെട്ടകത്തിന് എന്ത് ചെയ്യണം? അടുത്തത് വളരെ ഗൗരവമായിട്ട് പറയണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വെക്കണം. 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. താഴത്തെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അതെന്ത് ചെയ്യണം? പണിയണം. അപ്പോൾ ഈ പെട്ടകത്തിന് എത്ര തട്ട? 3 തട്ട. ലോവർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, അപ്പർ ഡെക്ക് വേണം. ഇവിടെ നമ്മൾ ബൈക്കിലൊക്കെ ഡെക്കൊക്കെ പണിയാറില്ല. ഡെക്ക് വേണം. എങ്ങനെ വേണം? 3 ഡെക്ക് വേണം. 3 ഡെക്ക്, ലോവർ, മിഡിൽ ആൻഡ് അപ്പർ. പെട്ടകമാണ്. ഭയങ്കര വെള്ളമായി വരുന്നേ. വെള്ളമാണ് ഈ വരുന്നത്. നിങ്ങൾ കുഞ്ഞ് കളിക്കരുത്, വെള്ളം എന്നൊക്കെ പറയുന്നത് കളിക്കാൻ നോക്കുന്ന ഒരു കാര്യമല്ല. ആണോ? അല്ല. ആണോ? അല്ല. 2018 വരെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഒരു രസമായിരുന്നു. 2018 വെള്ളം കണ്ടപ്പോഴാണ് അതിൻ്റെ ആ തീവ്രത. ഈ വെള്ളത്തിൽ കൂടെ ഈ പെട്ടകം പോവുക, അതെന്തോ വരവായിരുന്നറിയാം. ഞാനന്നേരം ടൗണിൽ നിൽപ്പുണ്ട്. വെള്ളം വരുമ്പോൾ കടയിൽ നിന്നൊക്കെ സാധനം മാറ്റുക. ഞങ്ങളുടെ ഒരു ചേച്ചിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, പാസ്റ്റേ ഒന്ന് നോക്കിയാൽ പുറകിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ എന്ന്. അവിടെ ഒരു തോടുണ്ട്. മോനെ, ഈ വേഗത്തോട്ട് വെള്ളം വരത്തില്ല, ഒന്നും പേടിക്കണ്ട. ഞാൻ പറഞ്ഞു നോക്കൊന്ന. ഇറങ്ങി നോക്കിയപ്പോൾ സിറ്റ് ഔട്ടിലോട്ട് കയറുക. ചേച്ചി പറഞ്ഞു ഒന്നും പേടിക്കണ്ടെന്ന്. പാസ്റ്റർ ആൻറ്റി ഒരു ചോക്കെടുത്ത് ഒരൊറ്റ വര, യേശുവിൻ്റെ നാമത്തിൽ കയറിരുന്ന്. ആര് കേൾക്കാൻ? വെള്ളം കയറിയപ്പോൾ ഇതെല്ലാം കൂടെ പറക്കി അവർ മേളിക്കൊണ്ടിട്ട് ഷീറ്റിട്ട സ്ഥലത്ത്. ആ ഷീറ്റിട്ട സ്ഥലത്തോട്ട് കയറാൻ നേരത്ത് പുള്ളിക്കാരത്തി അവിടെ നിന്ന് പോരാടി പ്രാർത്ഥിച്ചു. കൽപ്പിക്കുന്ന ഞാൻ, ആര് കേൾക്കാൻ? കയറി. അവിടെ ഇത്രയും വെള്ളമായി, എല്ലാം ഒഴുകി പോവാ. എടുത്ത് ചാടി നീന്തിയപ്പോൾ അവസാനം ഉറക്കെ പറഞ്ഞു, എന്നാ കർത്താവെ തോന്നിയതുപോലെ ചെയ്തോളാം. എന്നാ കർത്താവെ അങ്ങ് തോന്നിയതുപോലെ ചെയ്തോ. അങ്ങനെയല്ല ഈ വെള്ളം വരിക. ഈ വെള്ളത്തിൽ കൂടി പെട്ടകം പോകണ്ടേ പ്രിയരെ? എങ്ങനെ പോകും? ഇങ്ങനെ പോവും. ഒരു കാര്യമുള്ളൂ, പെട്ടകത്തിന് മുകൾത്തട്ട് വേണം. മുകൾത്തട്ട് പെട്ടകം ഉണ്ടോ, ഏത് വെള്ളത്തെ അതിജീവിക്കും. നമ്മളൊരു പെട്ടകമാണ്, കുടുംബം ഒരു പെട്ടകമാണ്, സഭയൊരു പെട്ടകമാണ്. ഈ പെട്ടകം പോകുന്ന എവിടാ? ലോകമാകുന്ന ഈ പ്രളയത്തിലൂടെ. ഈ പ്രളയത്തിൽ കൂടെ പോകുമ്പോൾ ഇത് മുങ്ങാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, മുകൾത്തട്ട് വേണം. മുകൾത്തട്ട്. വേദപുസ്തകത്തിൽ എവിടെല്ലാം മുകൾത്തട്ടുണ്ടോ, അപ്പർ റൂം എന്തിനെ കാണിക്കുക? അപ്പർ റൂം എപ്പോഴും എന്തിനെ കാണിക്കുക? പ്രാർത്ഥനാ മുറി അല്ലേ? അപ്പർ റൂം എന്ന് പറയുന്നത് പ്രാർത്ഥന. ഒരു മാളിക മുറി, മുകൾത്തട്ട്, അപ്പർ റൂം, മാളിക മുറി. എന്തിനാ? അതുകൊണ്ടാണ് നമ്മൾ ഈ അപ്പർ റൂം എന്നൊക്കെ കാണത്തില്ലേ? അപ്പർ റൂം എപ്പോഴും എന്തിനെ കാണിക്കുന്നതാ? പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പെട്ടകം മുങ്ങാതിരിക്കണമെങ്കിൽ എന്തോ വേണം? പ്രാർത്ഥന വേണം, മുകൾത്തട്ട് വേണം. വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിൻ്റെ വിസർജ്യങ്ങൾ കാണും. അതെല്ലാം ലോവർ ഡെക്കിലായിരിക്കാം, മിഡിൽ ഡെക്കിലായിരിക്കാം. നീ ലോകത്തിലാണ്, ഒരു പെട്ടകത്തിലാണ്. പക്ഷേ എപ്പോഴും സപ്രഷൻ കൂടെ വേണം. സപ്രഷൻ വേണം. അപ്പോഴും എന്ത് വേണം? മുകൾത്തട്ട് വേണം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്ത് വേണം? മുകൾത്തട്ട് വേണം. ഉറക്കെ പറഞ്ഞേ, എന്ത് വേണം? മുകൾത്തട്ട് വേണം. ലോകമായ ഈ സാഗരത്തിലൂടെ, ഓളം തല്ലുന്ന ഈ ഭൂമിയിലൂടെ എന്തെല്ലാം കാറ്റും കോളുമാണ് ഓരോ ദിവസവും. എൻ്റെ പൊന്നു പ്രിയരെ, അതിലൂടെയാണ് ദൈവസഭ പോകുക. അതിലൂടെയാണ് ഈ കുടുംബങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുക. ഒറ്റ വഴിയുള്ളൂ ഈ പെട്ടകം. ഈ പെട്ടകം ശാന്ത തീരത്തെത്തുവാൻ, അക്കരെ എത്തുവാൻ ഒറ്റ വഴിയുണ്ട്. അതിനെന്തോ വേണം? മുകൾത്തട്ട് പ്രാർത്ഥന വേണം. മുകൾത്തട്ട് പ്രാർത്ഥന വേണം. കർത്താവിൻ്റെ ദാസന്, ഒരു ജോണുമ്മൻ എന്ന് പറഞ്ഞൊരു ദൈവദാസനെ എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക്
5 വയസ്സുള്ളപ്പോൾ, അതായത് അഷ്ടമണി ഉമ്മച്ചാൻ എന്ന് പറയുന്ന എൻ്റെ ഓർമ്മയെന്ന് ചകഞ്ഞെടുക്കുക, ടി ജി ഉമ്മച്ചൻ സാറിൻ്റെ മകനായിരുന്നു ജോണുമൻ സാറ്. ജോണുമൻ സാറിനെ ഒരു നീളം കുറഞ്ഞ മനുഷ്യൻ, ഭയങ്കര പണ്ഡിതനായിരുന്നു. തൃശ്ശൂരാണ് അദ്ദേഹം, കണ്ണാറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കന്നൊരു 5 വയസ്സേ ഉള്ളൂ. ഇന്നേക്ക് എത്ര വർഷം മുമ്പ്, ഒരു 48 വർഷം, 47 വർഷം മുമ്പുള്ള കാര്യമാണ്. എൻ്റെ ഓർമ്മയിൽ അന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ജോണുമൻ സാർ ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അന്നുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കം കാണാൻ പോയി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ആറിൻ്റെ കരയ്ക്ക് ഒഴുകുകയാണ് വെള്ളം. ഇങ്ങനെ അന്നൊക്കെ ഇങ്ങനെ മരവും തടിയും എല്ലാം ഒഴുകിപ്പോവും. അങ്ങനെ ഒഴുകുന്ന ഒരു കരയ്ക്ക് അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കണ്ടു. ഒരു 6 പെരയുള്ള, കണ്ടിട്ടുണ്ടോ? 6 പെരയുള്ള വീട് കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ഒഴുകി പോവുക. പക്ഷേ ഈ അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞു, അവരതിനകത്ത് ഒരു കാര്യം കണ്ടെന്ന്. ഈ പെര 6 നിലയുള്ള പെര, ഈ 6 നിലയുള്ള തടിയുടെ പെര ഒഴുകി പോകുമ്പോൾ അതിനകത്തൊരു അമ്മച്ചി ചട്ടയും മുണ്ടും കൊടുത്ത് തലേ തുണി ഇട്ടിരുന്ന് പാട്ട് പാടുന്നു. ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ഈ പാട്ടൊക്കെ ഈ ഇതിന് പാടാൻ ഒക്കുന്നത് എന്തുകൊണ്ടാണ്? മുകൾ തട്ടുണ്ടോ അക്കരെ എത്തും, മുകൾ തട്ടുണ്ടോ അക്കരെ എത്തും. എൻ്റെ പൊന്നു പ്രിയരെ, 3 ഡെക്ക് വേണമെന്ന്. കാരണം ഈ പ്രളയം വരാൻ പോവുകയാണ്. മഹാപ്രളയത്തിലൂടെയാണ് പെട്ടകം പോകേണ്ടത്. ഇത് ആടി ഉലയും, പക്ഷേ ഉലയെ തകർത്തില്ല. കാരണം മുകൾ തട്ടുണ്ടോ ശുഭ തുടങ്ങുമ്പത്ത് ദൈവം എത്തിക്കും. ഞാൻ ഒന്നുകൂടെ കൂട്ടി പറയും, മുകൾ തട്ട് മാത്രം പോരാ, മുകൾ തട്ടിൽ മുഴങ്കാലൂടെ വേണം. മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടോ പെട്ടകത്തെ എത്തിക്കാൻ ദൈവം വിശ്വസ്തന. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. മുഖത്തട്ട് വേണം, മുഴങ്കാല് വേണം. മുകൾ തട്ട് വേണം, മുഴങ്കാല് വേണം. മുകൾ തട്ട് വേണം, മുഴങ്കാല് വേണം. പെട്ടകം പോകുക. പക്ഷെ പിന്നത്തേത് പോകുമ്പം കാണുന്നു പെട്ടകം എവിടെ ഉറച്ചു? അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. എല്ലാ അലച്ചിലുകൾക്കൊടുവിൽ പെട്ടകം ഉറച്ചു. അവർ പുറത്തിറങ്ങി. അവരാദ്യം ചെയ്തൊരു കാര്യമുണ്ട്. അവർ ശുദ്ധിയുള്ള എന്ത് കഴിച്ചു? യാഗം കഴിച്ചു. കുടുംബത്തെയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനവിടെ പറയുക, സഭാ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക, അവർ ശുദ്ധിയുള്ള എന്ത് കഴിച്ചു? യാഗം കഴിച്ചു. അങ്ങനെയാണ് പറയുക. മുമ്പോട്ട് വേഗത്തിൽ പോകുമ്പം കാണാം അവർ ശുദ്ധിയുള്ള യാഗം കഴിച്ചു. എപ്പോഴും നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അവിടെ ശുദ്ധിയുള്ള എല്ലാ 8-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, ശുദ്ധിയുള്ള. അപ്പം മുകൾ തട്ടുള്ള ആ പെട്ടകം എത്തിച്ചേരുകയാണ്. അവരവിടെ ശുദ്ധിയുള്ള യാഗം കഴിച്ചു. എപ്പോഴും ഓർത്തോണേ, കുടുംബം എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു യാഗമാണ്. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവന് വേണ്ടി അപരൻ മരിക്കുന്നതിൻ്റെ പേരാ എന്ത്? യാഗം. ഒരുവന് വേണ്ടി അപരൻ മരിക്കുന്നതിൻ്റെ പേരാണ് യാഗം എന്നൊക്കെ പറയുക. യാഗം എന്നും ശുദ്ധിയുള്ളതാണ്. ശുശ്രൂഷ ഒരു ശുദ്ധിയുള്ള യാഗമാണ്. സഭ എന്ന് പറയുന്നത് ഒരു തരത്തിലും വെറുതെ നടക്കത്തില്ല. എനിക്ക് ഈ ദൈവദാസന്മാരോടൊക്കെ വലിയ ആഴമുള്ള ബഹുമാനമുണ്ട്. പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകരോട് ഭയങ്കര ബഹുമാനമുണ്ട്. എൻ്റെ കാര്യം ചോദിച്ചാൽ ശുദ്ധിയുള്ള യാഗമാണ്. ഞങ്ങളുടെ അവിടെ ഒരു പ്രാദേശിക സഭ. പക്ഷേ ഇന്നത് ഇച്ചിരി വലുതായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു 3 തലമുറ ഉരുകി പ്രിയരെ. 3 തലമുറ ഉരുകി. 3 തലമുറ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു തലമുറ ഉരുകിത്തീരുന്നു ഞാൻ കണ്ടു. സുഖിച്ചിട്ടില്ല, കറങ്ങിയിട്ടില്ല, ടൂറ് പോയിട്ടില്ല, ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ഉരുകി ഒരായുസ് ഉരുകിയപ്പോഴാണ് ഒരു സഭ അവിടെ ഡെവലപ്പാകുന്നത്. എനിക്ക് ഈ ദൈവദാസന്മാരോട് ഭയങ്കര ബഹുമാനമാണ്. എന്നെ കാര്യം അറിയാമോ? പഴയ നിയമത്തിലൊരു കാര്യമുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ആദരവോടെ ദൈവസഭയും ദൈവദാസന്മാരെയും കാണണം. പഴയ നിയമത്തിലൊരു ഭാഗമുണ്ട്. ഈ യോശുവയും കൂട്ടരും എല്ലാം കൂടെ പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പം യോർദാൻ്റെ തീരം കരകവിഞ്ഞ് ഒഴുകുകയാണ്. അങ്ങനെയല്ലേ? അവർ പുരോഹിതന്മാരുടെ ഉള്ളംകാല് ചവിട്ടിയപ്പം വെള്ളം എന്തായി? 2ആയി. സംഭവം സത്യമാണ്. എനിക്ക് സന്തോഷമായി 2ആയി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വെള്ളം പോയി നേരത്തെ അവർ കണ്ടോ? ചെങ്കടൽ ഉപയോഗിച്ച് കണ്ടു. അന്ന് ഇവർ കുഞ്ഞായിരിക്കണം. വീണ്ടും കാലം മുമ്പോട്ട് പോവുകയല്ലേ. ഇത് മാറിയില്ല, ഇവരെന്തോ ചെയ്യും? വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഇത് മാറി കരകവിഞ്ഞ് ഒഴുകുക. ഇത് മാറിയില്ലെങ്കിൽ പുരോഹിതൻ എവിടെ പോവും? ഒഴുകിപ്പോവും. പക്ഷെ നോക്കി നിൽക്കാൻ ഒക്കുവോ? ഒഴുകൊന്ന് ചിന്തിക്കാൻ ഒക്കുവോ? രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന ആരാ? പുരോഹിതനാ. എവിടെയും ആദ്യം ഇറങ്ങുന്ന ആരാ? പുരോഹിതനാ. ഇറങ്ങിയപ്പോൾ ഇത് 2ആയില്ലെങ്കിലോ? ആദ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടകം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ്. ഇവരൊന്ന് കയറിയാൽ വീണ്ടും എന്താകും? 1ആകും. അപ്പോൾ ഈ യോർദാൻ നടുക്ക് പുരോഹിതന്മാരെന്തെടുത്തുകൊണ്ട് നിന്നു? പെട്ടകം എടുത്തു. 1-2 ജനമാണോ? ഇത്രയും ജനം അക്കരെ കയറണ്ടേ? ഇത്രയും ജനം അക്കരെ കയറാൻ എത്ര നേരം എടുത്ത് കാണും? നിങ്ങൾ ഈ റാലിയൊക്കെ പോകുമ്പോഴേ നമ്മുടെ ഈ 1000-ൻ്റെയൊക്കെ കണക്കാണ്. അത് പോലീസുകാരിങ്ങനെ നിന്നിട്ട് ഒരു സാധനം വെച്ച് ഇങ്ങനെ അടിക്കും. എത്ര പേര് 1 മിനിറ്റിൽ പോയി. ഇൻറ്റു ആണ് എത്ര ടോട്ടൽ ടൈം. അങ്ങനെയാണ് ആളെ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഇത്രയും പേര് അക്കരെ കയറാൻ എത്ര നേരം എടുത്ത് കാണും? അത്രയും നേരം ഈ പുരോഹിതൻ എന്തെടുത്തുകൊണ്ട് നിന്നു?
പെട്ടകം എടുത്തുകൊണ്ട് നിന്നു. പെട്ടകം എടുത്തുകൊണ്ട് നിന്നില്ലെങ്കിൽ പണി വാളത്തില്ലേ, പാളും. അക്കരെ കയറി ആദ്യം കയറിയൊരു, ഞാനിവരുടെ ചുമ്മാ മാവനെ പുറകെ പോയി. ആദ്യം കയറിയൊരു ടെൻറ്റൊക്കെ അടിച്ചു, പടുതൊക്കെ നീലപ്പെടുത വലിച്ചു കെട്ടി. എന്നിട്ട് കിടക്കാൻ പോവുക. അമ്മാമ്മ പറഞ്ഞു ഭയങ്കര ക്ഷീണം. രാവിലെ ഇറങ്ങിയത്, എൻ്റെ പൊന്നെ, എൻ്റെ കാലിൽ ഇടപാട്. മനുഷ്യൻ കിടക്കുന്നുണ്ട്, പിള്ളേരെ കിടത്തി ഉറക്കുന്നതിനിടയ്ക്ക് ഒരു കുഞ്ഞ് ഉണർന്ന് കേട്ടോ. ഉണർന്നിട്ട് അമ്മയോട് ചോദിച്ചു, മമ്മി എന്നാ കൊച്ചേ, മമ്മി ആ പാഷ്ടങ്ങൾ എന്ത് ചെയ്യും അമ്മി? അവിടെ നിൽപ്പുണ്ടായിരുന്നു, കയറി കാണുമോ? പാഷ്ടങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, എൻ്റെ പൊന്ന് കിടന്നുറങ്ങ്. അവരെല്ലാം എന്ത് ചെയ്തു? ഉറങ്ങി. അപ്പോഴും ഒരാൾ ഉറങ്ങിയിട്ടില്ല. എവിടാ? പാസ്റ്റർ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. പുരോഗം കയറാതെ അവർക്ക് ഉറങ്ങാൻ ഒക്കുമോ? ഇല്ല. ആദ്യം ഇറങ്ങുന്നതും അവസാനം കയറുന്നതും അവസാനം വിളക്കണയ്ക്കാനും ഒരാളുള്ളത് കൊണ്ടാണ് ഇന്നും പലരുടെയും വിളക്കണയാതെ നിൽക്കുന്നതും മറക്കരുത്. വളരെ ഗൗരവമായിട്ട് വേണം അതിനെ യാഗമായിട്ട് കാണാൻ. ശുദ്ധിയുള്ള യാഗം കഴിയുക. കുടുംബം ശുദ്ധിയുള്ള യാഗമാണ്, ശുശ്രൂഷ ശുദ്ധിയുള്ള ഒരു യാഗമാണ്. അവർ യാഗം ചെയ്തപ്പോൾ തമ്പുരാൻ അവരുടെ മുകളിലൊരു കാര്യം വെച്ചു. എന്താ വെച്ചു? മഴവില്ല് വെച്ചു. എന്താ മഴവില്ല്? എൻ്റെ ഉടമ്പടി നിൻ്റെ കൂടെ. കുഞ്ഞുങ്ങളെ മറയില്ലാതെ ജീവിച്ചാൽ, മുന്നറിവിൽ ഉള്ളത് കണ്ടിട്ട് മുന്നറിവോടെ ജീവിച്ചാൽ, മതിലില്ലാതെ ജീവിച്ചാൽ, മുകൾ തട്ടും മുഴങ്കാലും ഉള്ള ഒരു ജീവിതത്തിൽ, ശുദ്ധിയുള്ള യാഗത്തിൽ ദൈവസന്നിധി പ്രസാദം തോന്നിയ ഉറപ്പാണ് മുകളിൽ എന്തോ തെളിയും. മഴവില്ല്. എന്താ മഴവില്ല്? എൻ്റെ ഉടമ്പടി നിൻ്റെ കൂടെ. അതുകൊണ്ടാണ് പാടുക, കാർമുകിലേറെ കരേറിലും കാണുന്നില്ലേ മഴവില്ല് അതിന്മേൽ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിയിടുമേ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, മഴവില്ലുണ്ടോ തമ്പുരാൻ കൂടെ കാണും. ചിലപ്പം മഴവില്ല് കാണുന്നില്ലായിരിക്കാം, എങ്കിലും പറയുക, കാണുന്നില്ലേ മഴ വില്ല് അതിന്മേൽ. കണ്ണുകളെല്ലാം അടച്ചേ, മുറിയില്ലാതെ ജീവിക്കണേ. സഭയ്ക്കകത്ത് ഒരിക്കലും നടിച്ചുവരെ ഉണ്ടാകരുത് കേട്ടോ. നമ്മൾ വളരെ ഇന്ന് സഭകളിലൊക്കെ നടിച്ചുവരുകളാണ്, ശ്വാസം മുട്ടുന്നു. ഇറ്റ്സ് എ റിയാലിറ്റി. ഞാനൊരു സഭാ മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ സഭയോട് സംസാരിക്കുന്നത്. എൻ്റെ ഉപ്പും ചോറും സഭയാ. എനിക്ക് ഓർമ്മയായപ്പോൾ ഞങ്ങളുടെ കട വിട്ടതാ. പിന്നെ ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ, കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഉടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടിട്ടുണ്ടെങ്കിൽ സഭയുടെ പൈസയാണ്. അതുകൊണ്ട് എനിക്ക് സഭയോട് ഭയങ്കര സ്നേഹമാണ്. സഭയ്ക്ക് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യത്തില്ല. അതെൻ്റെ ഒരു ഉറപ്പാണ്. എനിക്ക് ദൈവത്തോടുള്ള പ്രാഗൽഭ്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയരെ, സഭയിൽ ഒരിക്കലും ഒരു നടിച്ചൂരുണ്ടാകരുത്, ശ്വാസം മുട്ടരുത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്ഥലമാകണം ദൈവസഭ. സ്വാതന്ത്ര്യമുള്ളതാകണം വീട്. അവിടെ മുറി വേണം, മതിൽ വേണ്ട. മതിലില്ലാതെ ജീവിക്കണം. മുന്നറിയിപ്പ് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ദൈവത്തോട് പറഞ്ഞേ, എൻ്റെ കുടുംബത്തെ സംബന്ധിക്കുന്ന, എൻ്റെ നാടിനെ സംബന്ധിക്കുന്ന ചില മുന്നറിവുകളെ എനിക്ക് തരണമേ. ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാ കർത്താവേ. എനിക്ക് മുന്നറിവിനെ തരണം, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തി സമർപ്പിച്ചേ. എനിക്ക് മുന്നറിവുകൾ തരണം, ഞാൻ പ്രാർത്ഥിക്കാം കർത്താവ്. എനിക്ക് മുന്നറിവുകൾ തരണം. ആനോക്കിന് മെഥൂശലേഖ എന്നുള്ള പേരിട്ടു. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അത് കാണാം. മെഥൂശലേഖ, അതിൻ്റെ മീനിങ്. എനിക്ക് മുന്നറിവ് തരണം. പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കർത്താവേ. ഒരിക്കലും മതിൽ പാടില്ല കേട്ടോ. എവിടെയെങ്കിലും മതിലുണ്ടെങ്കിൽ ഇടിച്ചു കളഞ്ഞേക്കണം. പിണക്കങ്ങളോ മതിലുകളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇടിച്ചു കളയണം. എന്നിട്ട് മതിലില്ലാതെ ജീവിക്കണം. എന്നിട്ട് മുകൾത്തട്ട് വേണം. എല്ലാവർക്കും മുകൾത്തട്ട് വേണം. മുകൾത്തട്ടെന്ന് പറയുന്നത് 3 നിലയല്ല, ഒരു സ്ഥലം. പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം, വിരിച്ച ഒരു കാർപ്പറ്റ്, അവിടെ പ്രാർത്ഥിക്കാൻ മുഴങ്കാല് ഉണ്ടോ? എന്ത് പ്രളയം വരട്ടെ മുങ്ങത്തില്ല. എന്ത് പ്രളയവും വരട്ടെ മുങ്ങത്തില്ല. ഏത് പ്രളയവും എത്ര വലിയ ശക്തിയോട് വരട്ടെ, തിരമാലകൾ ഗർവത്തോട് വരട്ടെ, മുങ്ങത്തില്ല. പ്രിയമുള്ളവരെ, അവിടെ ശുദ്ധിയുള്ള യാഗം. അപ്പോൾ അവർ തെളിഞ്ഞു കണ്ടു. അതിൻ്റെ മുകളിലൂടെ എന്താ കണ്ടത്? മഴവില്ല്. പ്രതിസന്ധികളെല്ലാം വരാം. ഒലിഞ്ഞൊക്കെ പോകാം കേട്ടോ. ഒലിഞ്ഞൊക്കെ പോകാം. എങ്കിലും ഒരു മഴവില്ലുണ്ട്. ഏതെല്ലാം പ്രതിസന്ധികളിൽ ഞാൻ ഒലിഞ്ഞു പോയിട്ടുണ്ട്. ഏതെല്ലാം പ്രതിസന്ധികളിൽ എളിയവനൊക്കെ ഒലിഞ്ഞു പോയിട്ടുണ്ട്. ഈ കപ്പൽ മുങ്ങാതിങ്ങനെ പോകുന്ന എന്നാ നമ്മളറിയുന്നില്ല കേട്ടോ. ആരൊക്കെയോ നമുക്ക് വേണ്ടി മുട്ടുമടക്കുന്നുണ്ട്.
ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുകൾ തട്ടി സമയം ചെലവഴിക്കണം, കുറച്ചുകൂടെ മുഴങ്കാല് ഇരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ച്, കുറച്ചുകൂടെ മുഴങ്കാലിൽ, കുറച്ചുകൂടെ മുകൾ തട്ടിൽ, കുറച്ചുകൂടെ മുഴങ്കാലിൽ, കുറച്ചുകൂടെ മുകൾ തട്ടിൽ, കുറച്ച് നേരം കൂടി എനിക്കിരിക്കണം. കാരണം വലിയ പ്രളയമാണ്, വലിയ ഉലച്ചിലുകളാണ് ഇനിയും ഭൂമി സംഭവിക്കുക. അത്ര ശുഭകരമായിരിക്കില്ല മുമ്പോട്ടുള്ള ഗമനം. അന്ത്യകാലമായി. പ്രാർത്ഥിക്കാം. മുഴങ്കാൽ, മുകൾ തട്ട്. പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ച്, മുഴങ്കാലിൽ പ്രാർത്ഥിക്കാവുന്നൊരു നിമിഷം മുഴങ്കാലിൽ പ്രാർത്ഥിച്ച്. പ്രായമുള്ളവരൊക്കെ കസേര തന്നെ ഇരുന്നു. ആകുന്നവർ മാത്രം, ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം മുഴങ്കാലിൽ ആരോഗ്യം അനുവദിക്കാത്ത ആരും ഇരിക്കരുത്. മുഴങ്കാലിൽ പ്രാർത്ഥിച്ച്, മതിലില്ലാതെ ജീവിക്കാൻ പ്രാർത്ഥിച്ച്, മതിലുകളില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് കർത്താവെ കഴിയണേ. മതിലില്ലാതെ ജീവിക്കണം. അങ്ങടെ ഈ തെളിഞ്ഞ മഴവിൽ ഇങ്ങനെ കാണണം. വെള്ളോട്ട് നോക്കിയാൽ മതി കേട്ടോ. ഏത് കാർമേഘത്തിലും സൂക്ഷിച്ച് നോക്കിയോ ഒരു മഴവിൽ ഇങ്ങനെ കാണാം. ആ മഴവിൽ എന്താ പറയുക? നിൻ്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ ഉടമ്പടി നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാ മഴവില്ല്. മഴവില്ല്, മഴവില്ല്. കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് മുന്നറിവ് വേണമെന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് മുന്നറിവുകളെ തരണമേ. കുറച്ചുകൂടെ മുന്നറിവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിനോട് പറഞ്ഞ് ആത്മാർത്ഥമായി, കുറച്ചുകൂടെ എനിക്ക് മുഴങ്കാലി പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ എനിക്ക് മുഴങ്കാലി പ്രാർത്ഥിക്കണം. ഭയങ്കര സന്തോഷമായിരിക്കും. കുറച്ചുകൂടെ മുഴങ്കാലി പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ. കാരണം ഭയങ്കര ഒലച്ചിലുകളാണ് വരാൻ പോകുന്നേ. അത്ര ശുഭകരമായൊരു യാത്രയല്ല ഇനിയും ലോകത്തിന്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കപ്പലിങ്ങനെ പോകും. ഏത് കപ്പൽ? മുകൾ തട്ടുള്ള കപ്പൽ. മുകൾ തട്ടുള്ള പെട്ടകം ഈ പ്രളയത്തിലൂടെ ഒക്കെ പോകും പോകും പോകും. പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കും. പിതാവേ, അതിന് ഞങ്ങളെ സഹായിക്കണം. കുറച്ചുകൂടെ സമയം മുകൾ തട്ടി എളിവനെ സമർപ്പിക്കുന്നു. തിരക്കുകൾക്കൊക്കെ ഇടയിൽ കൂടുതൽ സമയം മുകൾ തട്ടിൽ, കൂടുതൽ സമയം മുഴങ്കാലിൽ. കാരണം ഞങ്ങൾ കാണാത്ത ലോകമാണ്, ചിന്തിക്കാത്ത പ്രതിസന്ധികളാണ്. ഒലയാതെ ഈ പെട്ടകത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സഹായിക്കണേ. അതിനുള്ള കൃപയും ബലവും ശക്തിയും തരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. കാർമുകിലേറെക്കരെ റുകിലും എഴുന്നേറ്റ് നിന്നു. കാണുന്നില്ലേ മഴ? ഓ കാർമുകിലേറെക്കരെ റുകിലും കാണുന്നില്ലേ മഴവിൽ ലാതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളി കണ്ണീൻ മാണി ഓ അന്ത്യവാരി താങ്ങി നടത്തിടും പൊൻകാരത്താ അന്ത്യവാരി
പ്രൈസലിൻ ഏതാനും മിനിറ്റുകളൂടെ ഇരിക്കാം. സമയം കടന്നുപോയി എന്ന് എനിക്കറിയാം. എന്നാൽ വേഗത്തിൽ ചില കാര്യങ്ങൾ ദൈവസഭയിൽ പറയാൻ താല്പര്യപ്പെടുന്നു. പ്രിയ കർത്തദാസനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം ഇന്ന് പകല് നമുക്ക് കേൾക്കാൻ കൃപ ചെയ്തല്ലോ. കർത്തദാസൻ പറഞ്ഞതുപോലെ അവർ കുടുംബമായിട്ടാണ് ഇന്ന് ദൈവസഭയിൽ ഈ ദിനങ്ങളിൽ നമ്മോടൊപ്പം ആയിരുന്നത്. പ്രിയ കർത്തദാസി സിസ്റ്റർ ബ്ലെസ്സി അവരുടെ ഉണ്ട്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കുകയാണ് പാസ്റ്ററുടെ വൈഫ് എന്ത്. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണണം. ഏതാനും മിനിറ്റുകളുണ്ട്. പ്ലീസ് മുന്നോട്ട് വരും. പ്രിയ ദൈവദാസി നമ്മളോട് സംസാരിക്കും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ശുശ്രൂഷയൊക്കെ ഉള്ള അത് പറഞ്ഞ യൂട്യൂബിലൊക്കെ അത് കിടപ്പണമെന്നൊക്കെ ഇങ്ങനെ ആരൊക്കെയോ എന്നോട് പറഞ്ഞു. പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം അതിനുള്ള അവസരം ഈ ദിനങ്ങളിൽ കിട്ടിയില്ല. എന്നാൽ ദൈവദാസി ഇപ്പം മുന്നോട്ട് കടന്നു വരും, സംസാരിക്കും. അതോടൊപ്പം നമ്മുടെ പ്രിയ ഷിൻസ് ബ്രദറിൻ്റെ പിതാവ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം ഈ ദേശത്തേക്ക് സൗദിയിൽ നിന്ന് വന്നു. പ്രിയ കർത്തദാസ് ഇവിടെ ഉണ്ട്. ദൈവമനുവച്ചാൽ ഈ ആഴ്ച കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. ആ പിതാവിനെ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ അവസരമുണ്ട്. അതുപോലെ ദൈവമക്കൾ അറിയുന്നത് പോലെ നമ്മുടെ കെനി ബ്രദർ പ്രിയ പൈതലുമായി യാത്ര തിരിച്ച് ക്ഷേമത്തോടെ ദുബായിൽ എത്തിച്ചേർന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ദൈവമക്കൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയ സിസ്റ്ററും പൈതലും ഇവിടെ ആയിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ദൈവസന്നിധി പറയുന്നു. ലോർഡ്, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ നാളുകളിലായി ആഗ്രഹിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്തതനുസരിച്ചാണ് ദൈവം ഈ പ്രാവശ്യം എന്നെ ഞങ്ങൾ കുടുംബമായി കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തത്. പല പ്രാവശ്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യവും നടക്കാതെ പോയി. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാനും വിശ്വസിക്കുകയാണ്. എന്നെയും ദൈവം ചെറിയ പ്രായത്തിലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയും കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അതനുസരിച്ച് ഞാനും എന്നെ തന്നെ സമർപ്പിച്ച് വിലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ ഉള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് കാൽഗറിയിൽ നിന്നുള്ള കടന്നു വന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ചിലവഴിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരു നല്ലൊരു ബ്രേക്ക് ദൈവം തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് സാംപാസ്റ്ററും കുടുംബവുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ചിലവഴിക്കാൻ കൃപ തന്നു. പ്രത്യേകിച്ച് ജെസ്സി ആൻറ്റി പറഞ്ഞ പോലെ അനേകർക്ക് ഒരു എൻകറേജ്മെൻറ്റായി ജീവിക്കുവാനാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ഡിസ്കറേജ് ചെയ്യാതെ, ഒരു വാക്കുകൊണ്ട് പോലും ഹൃദയം കൊണ്ട് പോലും ഒരു മനുഷ്യർക്കും വേദനകൾ ഉണ്ടാവാതെ അനേകർക്ക് ഒരു അനുഗ്രഹവും ആശ്വാസവുമായി ജീവിതാവസാനം വരെ തീരണം. അത് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ ശുശ്രൂഷകൾ അനേക ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അനേക പ്രതിസന്ധികളും പരിശോധനകളും ജീവിതത്തിൽ അടിക്കടിയായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴും അനേക ദൈവമക്കൾ പല സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥന കൊണ്ട് മാത്രം ഞങ്ങൾ ജീവിച്ചു കടന്നു പോകുന്നു. ഞങ്ങളെയും കുടുംബമായി വീണ്ടും ശക്തമായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ദേവദാസൻ പറഞ്ഞ പോലെ പല വിഷയങ്ങളും സെൻസ് ചെയ്തറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി തുടർന്നും അനേകരും പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിൽക്കുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. 2020 ബിഗിനിങ്ങിൽ ഞങ്ങൾ നാട്ടിൽ കടന്നു പോയ സമയത്ത് ഒരു ഞായറാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഞായറാഴ്ച പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും കൂടെ ചെലവഴിക്കാനും ആ സഭയിൽ ആരാധിക്കാനും ഞങ്ങൾക്കൊരവസരം ദൈവം തന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവർ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തതും പ്രിയ ദേവദാസിയൊക്കെ ടേക്ക് കെയർ ചെയ്ത് അന്നത്തെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് അവരവിടെ ചെയ്യുന്ന ശുശ്രൂഷ നേരിട്ട് കാണാൻ അനുഭവിപ്പാൻ ദൈവം ക്രമ നൽകി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ വെള്ളിയാഴ്ച ദിവസം പ്രിയ കർത്തദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ താൻ സ്നാനത്തെക്കുറിച്ച് ശക്തമായിട്ട് വചനം പറഞ്ഞു. അതിനുശേഷം ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ സ്നാനപ്പെടാൻ തീരുമാനമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു പൈതൽ ഒറ്റയാൾ മാത്രം ധൈര്യത്തോടെ അവൻ കൈപൊക്കി. അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റാരുമല്ല, പ്രിയ ബേർണിസ്. മോനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയ പൈതലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേറെ ആര് കൈപൊക്കിയെന്നോ വേറെ ആര് നോക്കിയെന്നോ അവൻ ചിന്തിച്ചില്ല. അവനെടുത്ത തീരുമാനത്തെ ധൈര്യത്തോടെ ദൈവസഭയുടെ നടുവിൽ പ്രിയ പൈതൽ പറയാനായിട്ട് അവനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ തീരുമാനം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ആ പൈതൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസഭയ്ക്കും ദൈവനാമത്തിനും പ്രയോജനം വരുത്തുന്ന പൈതലായി തീരട്ടെ. ഇരിക്കുമോനെ,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പൈതലിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്ന് അറിയിക്കുന്നു. അതുപോലെ അഭിലാഷ് വേറെ കുടുംബമായിട്ട് നാട്ടിലായിരിക്കുന്നു. ദൈവം വെള്ളിയാഴ്ച അവർ മടങ്ങി വരുന്നു. അവരുടെ യാത്ര ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്നറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ ഫ്രം നെക്സ്റ്റ് സൺഡേ ഓൺ അത് സ്റ്റാർട്ട് ആകുകയാണ്. സോ ടീച്ചേഴ്സ് ആ കാര്യങ്ങൾ ക്രമീകരിക്കണം. അടുത്ത സൺഡേ 9:30 മണിക്ക് നമ്മുടെ ആസ് യൂഷ്വൽ ടൈമിംഗ് ആയിരിക്കും. 9:30 സൺഡേ സ്കൂൾ ആരംഭിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. 10:30 നമ്മുടെ ആരാധനയും നമ്മുടെ പഴയ ടൈമിങ്ങിലേക്ക് നാം വീണ്ടും മാറുകയാണ്. അതുകൂടാതെ ബ്രദർ ബോണി ലിൻസി ദൈവം അവർക്ക് പുതിയൊരു വാഹനം കൊടുത്തു. അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവസഭ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ ആ വാഹനം ദൈവസഭയിൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാവരും സഹകരിക്കണം എന്നോട് പറയണമെന്ന് അറിയിച്ചു. ആ കാര്യം പറയുന്നു. അതുപോലെ ഇന്ന് ദൈവസഭയിലെ പല കുടുംബങ്ങളും ഇന്ന് വന്നിട്ടില്ല. പലരും ജോലിയിലായിരിക്കാം, ശ്രമത്തിലായിരിക്കുന്നവരുണ്ടാകാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. എന്നാൽ പുതിയതായി പല പ്രിയപ്പെട്ടവരും ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. പാസ്റ്റർ മുമ്പേ പറഞ്ഞ പോലെ പാസ്റ്റർ നാട്ടിലെ ചർച്ചിലെ നിതിൻ ആൻഡ് സിസ്റ്റർ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബ്രദർ ലിജോ ആൻഡ് ഫാമിലി ഫ്രം കാൽഗറി സിയർ അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, വന്ദനം പറയുന്നു. ബ്രദർ സാം ആൻഡ് ഫാമിലി ഫ്രം കാൽഗറി അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ചില പേരുകൾ എനിക്ക് പ്രിയ സഹോദരങ്ങൾ അയച്ചു തന്നു. അതിൽ കൂടാതെ മറ്റ് പലരെയും പരിചയമില്ലാത്ത മുഖങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവരെല്ലാം ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് ശേഷം ആരും ഓടരുത്, എല്ലാവരും നിന്ന് പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ വെൽക്കം മൈൻഡ് സെറ്റും ആ ഒരു ആറ്റിറ്റ്യൂഡും നാം വെളിപ്പെടുത്തണം. മറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് പക്ഷേ ഓർത്തിപ്പോൾ ബ്രദർ എബിൻ കഴിഞ്ഞ 1 വർഷത്തിലധികമായിട്ട് നമ്മോടൊപ്പം ആരാധിക്കുകയും ആത്മീയ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്ന ഇപ്പോൾ ഡ്രം യൂസ് ചെയ്തിരുന്ന എബിനാണ്. എബിൻ ദൈവം അനുവദിച്ചാൽ ഈ വ്യാഴാഴ്ച അടുത്ത 1 വർഷത്തേക്ക് മെഡിസിൻ ഹാറ്റിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എബിന് എന്തി ഇവിടെ ഇല്ലേ? അവിടെ എബിന് സഭയ്ക്കൊരു അനുഗ്രഹമായിരുന്നു. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്. ഇവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ പുള്ളി ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ ദൈവഹിതം മറ്റൊന്നായിരുന്നു. സോ ദൈവം അനുവദിച്ചാൽ താൻ ഈ വ്യാഴ്ച പോകും. ദൈവങ്ങൾ പ്രാർത്ഥിക്കണം. പോയി കോഴ്സ് കഴിഞ്ഞ് വേഗത്തിൽ മടങ്ങി വരാൻ ദൈവം തനിക്ക് കൃപ തരുമാറാകട്ടെ. കാരണം തൻ്റെ മാതൃ ചർച്ച ഇതാണ്. അങ്ങനെ എബിൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും ആരാധനയ്ക്ക് വരും. അതിനുശേഷം അധികം താമസിക്കാതെ ഇനി മൂവ് ചെയ്യുന്ന രീതിയിൽ എബിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെന്തെങ്കിലും? സോറി, ഹൗസ് സ്വാമി ഇന്ന് വൈകിട്ട് പ്രിയ പ്രിൻസ് പാസ്റ്ററും ഫാമിലിയും താമസിക്കുന്ന വീടിൻ്റെ ഡെഡിക്കേഷനാണ്. ഞങ്ങളുടെ ഭവനത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ദൈവമക്കളെല്ലാവരും കടന്നു വന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ആ ഭവനത്തിലേക്ക് മാറി താമസിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാ ദൈവമക്കളും കടന്നു വരണം. അല്പം നേരത്തെ കടന്നു വരണം. നമ്മൾ 7 മണിക്കാണ് മീറ്റിംഗ് വെച്ചേക്കുന്നത്. അതിന് മുമ്പേ കടന്നു വരാൻ കഴിയുന്ന എല്ലാവരും നേരത്തെ കടന്നു വരുന്നത് ഒരു സന്തോഷകരമായ അനുഭവമാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റെന്തെങ്കിലും? പ്രിയ അങ്കിള്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സഭയിൽ എനിക്കും ഒരു പ്രാവശ്യം കടന്നു വന്ന് ഇവിടെയുള്ള ദൈവമക്കളോട്, ഇവിടെയുള്ള ദേവദാസനും കുടുംബത്തോട് ഒരുമിച്ച് ഈ ദേശത്ത് കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ എൻ്റെ മൂത്ത മോനും കുടുംബവും 2 മാസമായിട്ട് എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ 30 വർഷക്കാലം ഞാൻ സൗദി അറേബ്യയുടെ ദേശത്ത് ജോലി ചെയ്യുന്നു. ഒരു 20 ഡേയ്സേക്കാണ് ഞാൻ കടന്നു വന്നത്. വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി കടന്ന് തിരിച്ച് സൗദിക്ക് പോവുകയാണ്. എനിക്ക് പോകാൻ മനസ്സില്ല എങ്കിലും, കാരണം ഇവിടുത്തെ ഒരു നല്ല കൂട്ടായ്മ, നല്ല സ്നേഹിക്കുന്ന കുറേ നല്ല ദൈവമക്കൾ, നല്ല ദൈവദാസന്മാരെയൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചല്ലോ. പോക്കിലും വരവിലൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ശേഷാൽ പ്രിൻസ് പാസ്റ്റർ ഞങ്ങൾ ഗ്രാൻഡ് ചിൽഡ്രൻസാണ്.
റാന്നി തുണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇടയാറമ്പളക്കാർ, എരുപേരൂരുകാർ, വേണ്ടപ്പെട്ടവരൊക്കെയും എനിക്കറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ മോളൊക്കെ ടെക്സസിലുണ്ട്. മിനി ജോൺസൺ ആണ് വീട്ടിൽ എൽസുകുട്ടി എന്ന് പറയുന്നത്. വിളിച്ചപ്പോൾ ദേവദാസിൻ്റെ കുടുംബവും പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ജോൺസൺ ഒക്കെ അവർ ഒരു ഫാമിലിക്കാരാണ്. അങ്ങനെ ഒത്തിരി പേരെയും കാണുവാനും അന്യോന്യം സ്നേഹം പങ്കിടുവാനൊക്കെയും ദൈവം സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന അടിയൻ്റെ കുടുംബത്തിനും ഇവിടെ ഇരിക്കണം. വിശേഷാൽ ദേവദാസനെ ഇവിടെ നിന്ന് കാണുവാനും സുവിശേഷം കേൾക്കുവാനൊക്കെയും കർത്താവ് സഹായിച്ചു. കാരണം ബന്ധമാണ് എങ്കിലും ഇതുവരെ നേരിട്ട് ഒരു പ്രസംഗം കേട്ടിട്ടില്ല. ഇവിടെ വന്ന് കാനഡയിൽ വന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരോടും എൻ്റെ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ സാക്ഷിച്ചിരുന്നു. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. പ്രത്യേകാൽ എബിന് വേണ്ടി ദൈവമക്കളെ പ്രാർത്ഥിക്കണം. തമാശയോട് പറഞ്ഞെങ്കിലും വളരെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചുരുക്കകാലം കൊണ്ട് വളരെ കമ്മിറ്റഡായിട്ട് തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ താൻ ശുശ്രൂഷ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയവർ അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ്. മാതൃകയാക്കാൻ കൊള്ളാവുന്ന നല്ലൊരു പൈതൽ. അവൻ്റെ ഭാവിയെ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേകം ഇവിടെ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കരനീട്ടി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ പ്രിയ പ്രിൻസ് പാസ്റ്ററിനെയും കുടുംബത്തെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകർക്ക് അനുഗ്രഹമാകാൻ തുടർന്നും ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പുതുതായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യവചനം ശുശ്രൂഷ പ്രിയ കഥദാസിയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിയോട് അടുത്ത് വരുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഇത്രത്തോളം നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ, ഇത്രത്തോളം നീ ഞങ്ങളെ കരുതിയല്ലോ നാഥ. അങ്ങയുടെ കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവ വചനത്തിനും അതിൻ്റെ ആഴങ്ങൾക്കുമായി സ്തോത്രം. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇനിയുള്ള കാലങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതാകണമേ. ആത്മീകമായ ഒരു മുന്നേറ്റത്തിൻ്റെ കാലമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ മധ്യ ശുശ്രൂഷ ദൈവദാസനായിട്ട് കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ദേശത്തും കാനഡയിലായിരിക്കുന്ന സമയങ്ങളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കണമേ നാഥ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പ്രത്യേകാലി സ്തോത്ര വഴിപാടിനായിട്ട് സ്തോത്രം. കരനീട്ടി എല്ലാവർക്കും ദൈവം 100 മടങ്ങ് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ കർത്താവെ, സ്നാനമെടുക്കാൻ തീരുമാനിച്ച പ്രിയ പൈതലിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മേൽ ദൈവകൃപ കൽപ്പിക്കുന്നു കർത്താവ്. അവനൊരു അനുഗ്രഹമായിരിക്കട്ടെ. നല്ല ചെറുപ്പകാലത്ത് തന്നെ കർത്താവിന് വേണ്ടി സാക്ഷിയാകാൻ ദൈവം അവന് കർത്താവെ ഹല്ലേലൂയ എടുത്ത തീരുമാനത്തിനായിട്ട് സ്തോത്രം. ആ പ്രതിഷ്ഠയിൽ ഉറച്ചതിൽ പാൻകപ കൊടുക്കണമേ. അവൻ്റെ അനുഗ്രഹ വിഷയമായി തീരണമേ കർത്താവ്. ഹല്ലേലൂയ. എബിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവൻ്റെ ഭാവി ഏറ്റവും അനുഗ്രഹമായി തീരണം. വിദ്യാഭ്യാസ അനുഗ്രഹമായി തീരണമേ. എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് പൈതൽ ദൈവം നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരു സമർപ്പിക്കുക. അതുപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ യാത്രയാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അടുത്ത ദിവസങ്ങൾ സ്കൂളിൽ കോളേജുകളിൽ ജോയിൻ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഞങ്ങളുടെ യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. തിരുകൃപ എല്ലാവരുടെ മേലും പകർന്നാട്ട്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോട്ടെ. പിരിയാത്ത സാന്നിധ്യമുണ്ട്. വീണ്ടും ഞങ്ങൾ അന്യോന്യം കാണുമ്പോൾ തീരുമാനം മറക്കണം. വൈകിടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രത്യേകാൽ ഈ ദിനങ്ങളിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദേശത്ത് വന്ന് നമ്മോടൊപ്പം പാർത്ത് ശുശ്രൂഷിച്ച പ്രിയ കർത്തദാസൻ പ്രിൻസ് പാസ്റ്റർ, പ്രിയ കർത്തദാസി, പ്രിയപ്പെട്ട രോഗത്ത് സ്തോത്രം ചെയ്യും. സഭയുടെ നാമത്തിൽ ഞങ്ങളുടെ വ്യക്തിനാമം നന്ദി പറയുന്നു. കർത്താവ് ഒരു ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് നമ്മുടെ മധ്യവചന ശുശ്രൂഷ പ്രിയ കർത്തദാസി ഡോക്ടർ ജെസ്സി ജെയ്സൺ, പ്രിയ കർത്തദാസിയെ സഭയുടെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ ദൈവദാസനോടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്യുകയും ഓരോ സമയവും ഫുഡിന് കൊണ്ടുപോയി
ആ രീതിയിലുള്ള കരുതലും കാര്യങ്ങളും റൈഡും മറ്റുമൊക്കെ ചെയ്ത സഭയിലെ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും കുടുംബങ്ങളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. ഭൗതികമായി ഈ മീറ്റിങ്ങുകളുടെ ചെലവുകളിലേക്കായി ഭൗതികമായി സഹായിച്ച എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഫൈനാൻഷ്യലായിട്ടുള്ള എക്സ്പെൻസസും ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ദൈവം നിങ്ങളുടെ മനസ്സിൽ തരുന്നത് പോലെ ദൈവസഭയോടുള്ള ബന്ധം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികാൽ നമ്മുടെ ദേശത്ത് ഈ ദൈവസഭയെ സ്നേഹിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവരെപ്പോഴും ഞാൻ ഓർക്കും, എന്തെങ്കിലും സ്പെഷ്യൽ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ജോയിച്ചാൻ മോളി ആൻറ്റി എപ്പോഴും ഓർക്കേണ്ട ഒരു കുടുംബമാണ്. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആ പ്രിയ കുടുംബം, പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനങ്ങളിൽ ഇവിടെ കടന്നു വരികയും നമ്മെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആഷ്പർ കുടുംബം, അവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ പട്ടണത്തിലുള്ള എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കുമായിട്ട് സ്തോത്രം പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് കാണാം. ഇഫ് യു ക്യാൻ കം എ ലിറ്റിൽ ഏർലി, അതുകൊണ്ട് നമുക്ക് സമയത്ത് മീറ്റിംഗ് തുടങ്ങി സമയത്ത് തീർക്കുകയും ചെയ്യാൻ പറ്റും. കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മഴയുണ്ടെങ്കിൽ വൈകിട്ട് രാത്രിയിൽ മഴയുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തീരത്തക്ക നിലയിൽ എല്ലാ ദൈവമക്കളും ഒരല്പം നേരത്തെ കടന്നു വരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.